കണ്ണൂർ പിണറായിയിലെ കോൺഗ്രസ് ഓഫീസ് ആക്രമണക്കേസിൽ ഒരാൾ കൂടി അറസ്റ്റിലായിരിക്കുന്നു. പിണറായി പറമ്പായി സ്വദേശി ആദർശ് കീഴടങ്ങുകയായിരുന്നു. ആദർശിന്റെ രാഷ്ട്രീയ പശ്ചാത്തലം അറിയില്ല എന്ന് പോലീസ് പറഞ്ഞു. വിവരങ്ങളുമായി നിഖിൽ അളവൂർ ചേരുകയാണ്. നിഖിൽ, ഒരാൾ കൂടി കീഴടങ്ങിയിരിക്കുന്നു. ഇയാളുടെ രാഷ്ട്രീയ പശ്ചാത്തലം അറിയില്ല എന്ന് പോലീസ് പറയുമ്പോഴും എന്താണ് നമുക്ക് ലഭിക്കുന്ന സൂചനകൾ? ലക്ഷ്മിപത്മ, നമുക്ക് അറിയുന്നത് പോലെ ഈ ആക്രമിക്കപ്പെട്ട കോൺഗ്രസ് ഓഫീസ് സ്ഥിതി ചെയ്യുന്ന പ്രദേശം CPM-ന്റെ ശക്തി കേന്ദ്രം തന്നെയാണ്. അതുകൊണ്ട് തന്നെ കോൺഗ്രസിന്റെ പ്രധാനമായ ആരോപണം ഇക്കാര്യത്തിൽ CPIM തന്നെയാണ് ഈ വിഷയത്തിൽ ഈ ഓഫീസ് ആക്രമിച്ചത് എന്ന ആരോപണത്തിൽ അവർ ഉറച്ചു നിൽക്കുകയാണ്. ഇന്നലെ പിടിയിലായ പ്രതി വിപിൻ രാജ്, ഈ കേസിൽ ഇന്നലെ വിപിൻ രാജ് പിടിയിലായിരുന്നു. വിപിൻ രാജ് CPIM അനുഭാവിയാണെന്ന് പോലീസ് പറയുന്നുണ്ട്. എന്നാൽ ഇന്നിപ്പോൾ ആദർശ് കീഴടങ്ങി കഴിഞ്ഞിരിക്കുമ്പോൾ പോലീസ് പറയുന്നത് ആദർശിന്റെ രാഷ്ട്രീയ പശ്ചാത്തലം പോലീസിന് അറിവില്ല എന്നുള്ളതാണ്. പക്ഷേ കോൺഗ്രസ് കൃത്യമായി അവരുടെ ആരോപണത്തിൽ ഉറച്ചു നിൽക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ്. ഈ ആക്രമണത്തിന് പിന്നിൽ CPIM ആണെന്നാണ് അവർ ആരോപിക്കുന്നത്. പക്ഷേ CPIM-നെതിരെ ഇത്തരത്തിൽ കോൺഗ്രസ് അനാവശ്യമായ ആരോപണങ്ങൾ ഉന്നയിക്കുകയാണ്. തങ്ങൾക്ക് ഈ ആക്രമണത്തിൽ പങ്കില്ല എന്ന് കാണിച്ചുകൊണ്ട് ഇന്ന് പ്രദേശത്ത് CPIM-ന്റെ നേതൃത്വത്തിലും പ്രതിഷേധ പരിപാടി സംഘടിപ്പിക്കുന്നുണ്ട്. കോൺഗ്രസ് അപവാദ പ്രചരണം നടത്തുന്നു എന്നാരോപിച്ച്. ഏതായാലും ഞായറാഴ്ചയാണ് KPCC പ്രസിഡന്റ് K സുധാകരൻ ഉദ്ഘാടനം ചെയ്യാനിരിക്കെ കോൺഗ്രസിന്റെ ബൂത്ത് കമ്മിറ്റി ഓഫീസും ഒപ്പം പ്രിയദർശിനി മന്ദിരവും പ്രവർത്തിക്കുന്ന പുതിയ കെട്ടിടം ആക്രമിക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ജനൽ ചില്ലുകളൊക്കെ അടിച്ച് തകർത്തതിനു ശേഷം പെട്രോൾ ഒഴിച്ച് അതിന്റെ വാതിലിൽ തീയിടുകയാണ് ഉണ്ടായത്. ഈ ആക്രമണം നടത്തിയത് CPIM ആണെന്ന ആരോപണം കോൺഗ്രസ് ഉന്നയിക്കുകയും ചെയ്തിരുന്നു. അങ്ങനെ വലിയ രീതിയിലുള്ള പ്രതിഷേധം പ്രദേശത്ത് ഉയർത്തുകയും ആ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് KPCC പ്രസിഡന്റ് K സുധാകരൻ CPIM-നെ വെല്ലുവിളിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമൊക്കെ നമ്മൾ കണ്ടതാണ്. ഇത്തരത്തിൽ ഓഫീസുകൾ ആക്രമിക്കാൻ തീരുമാനിച്ചാൽ കോൺഗ്രസിന് ഒറ്റ രാത്രി ഒരു 10 കോൺഗ്രസ് പ്രവർത്തകരെ വിട്ടുകഴിഞ്ഞാൽ തീർക്കാവുന്നതേ ഉള്ളൂ പിണറായിയിലെ CPIM-ന്റെ ഓഫീസുകൾ എന്ന തരത്തിൽ K സുധാകരൻ വെല്ലുവിളി ഉയർത്തുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. ഏതായാലും ഇപ്പോൾ ഈ രണ്ടാമത്തെ പ്രതി കൂടി അറസ്റ്റിലാകുമ്പോഴും ഈ വിഷയത്തിൽ CPIM-ഉം കോൺഗ്രസും തമ്മിലുള്ള ആരോപണ പ്രത്യാരോപണങ്ങൾ ഇപ്പോഴും തുടരുന്നു എന്നുള്ളത് കൂടി എടുത്തു പറയേണ്ടതാണ്. നിഖിൽ അളവൂരാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്.